ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് എലിസബത്ത് ചെറിയേക്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ആ ഒരു സമയത്ത് ഞാൻ ആക്ച്വലി ട്രാവലിങ്, അതിൻ്റെ വ്ലോഗ്സ് അങ്ങനെയൊക്കെ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു വരുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ്, എനിക്കിപ്പോൾ കുറച്ച് സമയമുണ്ട്. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ പണ്ട് മുതൽ ഇതുപോലെ കുക്കിംഗ്, അതിൻ്റെ റെസിപ്പീസൊക്കെ ഞങ്ങളിങ്ങനെ ഡയറിയിൽ എഴുതാറുണ്ടായിരുന്നു. പപ്പ എപ്പോഴും പറയും നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. പക്ഷേ പണ്ടൊന്നും ഞാനിവിടെ നാട്ടിലായിരുന്നില്ല, അപ്പോൾ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് സമയത്ത് അമ്മയുടെ ഈ ഒരു കുറച്ച് വീഡിയോസ്, അമ്മ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ കുറച്ച് വ്ളോഗ്സ് എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്ളോഗ്സ് ആയിരിക്കും ആദ്യത്തെ ഒരു കുറച്ച് സെഷൻ. അങ്ങനെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ അമ്മ, അംജു സിറിയേക് അമ്മയുടെ പേര്. എനിക്ക് പണ്ട് മുതലേ കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന്, ചെറുതിലേ തന്നെ വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും അതുണ്ടാക്കി ആ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കും. അപ്പം ഞാൻ കഴിക്കുമ്പോൾ ശരിക്കും ആ ടേസ്റ്റ് മനസ്സിലാക്കിയേ കഴിക്കുള്ളൂ. ഒരു കുറേശ്ശെ ടേസ്റ്റ് എടുത്ത് കഴിച്ച് വീട്ടിൽ വന്ന് ഉണ്ടാക്കി അത് ഓക്കെ ആവണ വരെ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഡാഡി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് ഡാഡി അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ട് തരും. അപ്പോൾ ഡാഡി ഞാനും ആയിരിക്കും, ഞാനാണ് ഉണ്ടാക്കണേ, ഡാഡി ടേസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ കുറേ വർഷമായിട്ടുള്ള അമ്മയുടെ പപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ. ഞാൻ പക്ഷേ വീഡിയോസ് ഒക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാചകം ചെയ്യും. പക്ഷേ ഇവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്ന് അവർ പറയുമ്പം അതൊക്കെ തന്നെ എല്ലാം ഉണ്ടാക്കും. അപ്പം എല്ലാം നല്ലതുമായിരിക്കും, എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടവും. അപ്പം പപ്പ പറയും, എടി നീ ഇത് ഒന്ന് എഴുതി വെക്ക്, ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കും. അപ്പോൾ കുറച്ചൊക്കെ ഡയറിയിൽ എഴുതി, പിന്നെ അപ്പം അതാരെ കൊണ്ട് പറ്റും, ഞാനിതൊന്നും ചെയ്യാറില്ല. പെട്ടെന്ന് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തീർത്തിട്ട് അടുത്ത പരിപാടി അങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ബീഫ് മന്തി അതുണ്ടാക്കി. അന്ന് ദേവിച്ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്തു. അത് കാണാനേ നല്ല രസമായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇവിടെ ഉണ്ടോയെന്നും കൂടി അറിയില്ല. ആകെ അമ്മ ഉണ്ടാക്കിയ കുക്കിങ്ങിൻ്റെ ഒരേ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അത് 5 വർഷം മുന്നും. അപ്പം എല്ലാം കേക്കും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മോളെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചാൻസായി. ഇനി നമുക്ക് അമ്മച്ചീനെ വിളിക്കാം. അമ്മയുടെ കുക്കിങ്ങിൻ്റെ ഏറ്റവും എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ കട്ടിങ് സംഭവങ്ങളെല്ലാം അമ്മച്ചിയായിരിക്കും മെയിൻ സപ്പോർട്ടിങ്. വലങ്കയായിട്ടാണ് അമ്മച്ചി. അമ്മച്ചിയുടെ പേരും എൻ്റെ പേരും ഒന്നാണ്, എലിസബത്ത് ആണ്. ഞാൻ എലിസബത്ത് സിറിയേക്, അമ്മച്ചി എലിസബത്ത് ജോസഫ്. എനിക്ക് ഏറ്റവും പാടുള്ളതാണ് വെളുത്തുള്ളി പൊളിക്കില്ല, ഉള്ളി പൊളിക്കില്ല, സവാള പൊളിക്കലൊക്കെ. അതൊക്കെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചക്കക്കുരു ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള പണികൾ. മാങ്ങ ചെത്തുക, ഞാനൊക്കെ മാങ്ങാപ്പഴം ചെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേയും ചെത്തിക്കളയും. അപ്പം ഞാൻ ചെത്തണതേ മമ്മി പറയും വേണ്ട, ഞാൻ തന്നെ ചെത്തിക്കോളാം. അപ്പോൾ മാങ്ങാപ്പഴം ചെത്തുക, ഇങ്ങനെയുള്ള പണികൾ എന്നെ ഭയങ്കര സപ്പോർട്ട്. എനിക്ക് ഏറ്റവും പാടുള്ള പണികൾ മമ്മിക്ക് എളുപ്പമുള്ളതാണ്. അപ്പോൾ അതൊക്കെ മമ്മി സപ്പോർട്ട് ചെയ്ത് തരും. എന്ത് ഇപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, വേറെ ആരും ഉണ്ടാവില്ല, വലങ്കയായിട്ട് കൂടെ നിന്ന് രാവിലെ മുതൽ മമ്മി കൂടിക്കോളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള പാചകമൊന്നും ചെയ്യാൻ മമ്മിക്ക് ഇഷ്ടമില്ല. മമ്മിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. തക്കാളി ചട്നി, മമ്മിക്കൊരു മാങ്ങ പച്ചടി ഉണ്ട്, അത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അത് ഒരു ദിവസം ഞങ്ങൾ കാണിക്കാട്ടോ. അത് പച്ചമാങ്ങ നല്ലത് കിട്ടട്ടെ. അങ്ങനെ മമ്മിയുടെ കുറച്ച് പിന്നെ നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കും. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെ കുറച്ച് തരികിട പരിപാടികളൊക്കെ ഉണ്ട് മമ്മി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ വാവയും മമ്മി ഇങ്ങനെയാണ് ഫുൾ പരിപാടി. എൻ്റെ വീഡിയോസ് ഒക്കെ ഇതുപോലെ മാങ്ങ ചെത്തുന്നതിൻ്റെ ഒക്കെ ഇനി വരുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ നമുക്ക് കുഞ്ഞു മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാലും പറഞ്ഞും കൊടുക്കാലും സൂക്ഷിച്ചു വെച്ചാൽ ഭാവി പിള്ളേർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോസിൽ കാണാം. ഓക്കെ.